ഡിസ്കസ് ചെയ്യുന്ന ഏതാണ്? കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2024 ടയർ 1 17/9/2024 നടന്ന ഷിഫ്റ്റ് 2 ആണ്. അപ്പോൾ ഷിഫ്റ്റ് 1 വരെയുള്ള എല്ലാ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് എക്സ് വെൻ ഡിവിസിബിൾ ബൈ 9 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5, 7, എക്സ് 7, 1, 6 ഡിവിസിബിൾ ബൈ 9 ആയിരിക്കണം. ഇവിടെ ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 9 ആവണമെങ്കിൽ അതിൻ്റെ എന്താണ് എല്ലാ ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എല്ലാ ഡിജിറ്റും കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്രയാണ്? 7, 1, 8, 8, 6, 14, 14, 7, 21, 21, 5, 26 വരുന്നുള്ളൂ. അപ്പം 26ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് അടുത്ത 9ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? 9, 3, 27 വരും. ഇപ്പം 26ൻ്റെ കൂടെ 1 കൂട്ടിയാൽ മാത്രമേ എന്ത് 27 കിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ 4 1 കറക്റ്റ് ആൻസർ. ഇവിടെ എന്താണ് ലീസ്റ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് 1 കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബി ആൻഡ് സി ഡി ആർ 2 പാരലൽ കോഡ്സ് ഡ്രോൺ ഇൻ എ സർക്കിൾ വിത്ത് സെൻറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സർക്കിൾ 2 പാരലൽ കോഡ്സ് വരയ്ക്കണം. എ ബി സി ഡി. സെൻറ്റർ എന്നാണ് OA. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 കോഡീസ് എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്രയാണ്? 21 സെൻറ്റിമീറ്ററാണ്. ഈ ലെങ്ത് ഓഫ് എ ബി ആൻഡ് സി ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് 24 സെൻറ്റിമീറ്റർ, മറ്റേത് 18 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 24, ഇത് 18. ചോദിച്ചേക്കുന്നത് ദെൻ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇതാണ് റേഡിയസ്. ഇവിടെ എനിക്ക് എന്താണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. അതേതാണ്? ഒന്ന് ഈ റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. എനിക്ക് ഇതുപോലെ വേറൊരു റൈറ്റ് ട്രയാങ്കിൾ കൂടെ കണ്ടുപിടിക്കാൻ കിട്ടും. ഇങ്ങനെ വരച്ചാൽ അടുത്ത റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. അതും എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെയാണ്. അപ്പം ഒരു സൈഡ് 24 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. കോഡിൻ്റെ ഒരു കോഡ് 24 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം 24ൻ്റെ പകുതി എടുക്കുമ്പോഴത്തേക്ക് ഇത് 12ഉം ഇത് 12 വരും. ഈ പോയിൻ്റ് വെച്ചെടുത്താൽ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് റൂളുള്ളത്. ആ ഒരു കോഡിലേക്ക് പെർപെൻഡിക്കുലർ വയ്ക്കുകയാണെങ്കിൽ ആ കോഡ് കറക്റ്റ് 2ആയിട്ട് സ്പ്ലിറ്റ് ആകുന്നുള്ളത്. ആ സെയിം സംഭവം നമ്മൾ ഇവിടെ എടുക്കുകയാണെന്നാണ്. ഇത് 9ഉം ഇത് 9 ആവും. അപ്പോൾ ഇവിടെ പൈതഗോറിയൻ ട്രിപ്ലറ്റ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അറിയാവുന്ന 2 സൈഡ് ഏതൊക്കെയാണ്? ഒന്ന് ഈ 9 അറിയാം, ഈ 12 അറിയാം. അപ്പോൾ 9, 12 2 അറിയാം. പിന്നെ ഇവിടെ എന്തോ വരും? പിന്നെ ഇവിടെ എന്തോ വരും? ഈ വരുന്ന മൂന്നാമത്തെ സൈഡ്, അതായത് ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് റേഡിയസിൻ്റെ ഭാഗത്ത് വരുന്നത് രണ്ടും സെയിം ആയിരിക്കും. ഇവിടെ എനിക്കിപ്പം ഇത്രയും പാർട്ട് കാണുമ്പോൾ തന്നെ ഞാൻ ട്രിപ്ലറ്റെല്ലാം കാണാൻ പഠിച്ചുകൊണ്ട് എനിക്ക് സ്വാഭാവികത തോന്നുന്നൊരു സംശയമാണ്. 9, 12, 15 എന്ന് പറയുന്ന ഒരു ട്രിപ്ലറ്റ് വരും. അപ്പോൾ ഇവിടെ 15 രണ്ടിടത്തും വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താണ് 12 വരണം, ഇവിടെ 9 വരണം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം സെറ്റായി. 15 എന്നുള്ള ആൻസർ കിട്ടി. പക്ഷെ എന്താണ് 9, 12, 15 എന്നുള്ള ട്രിപ്ലറ്റ് കാണാതെ അറിഞ്ഞിരിക്കണം. ഇവിടെ ഇത് ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരിക? ഫസ്റ്റ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ പൈതഗോറിയൻ ട്രിപ്ലറ്റ് എടുക്കണം. അതായത് 12 സ്ക്വയർ പ്ലസ് ഈ ഇത്രയും ഭാഗത്തിൽ എന്താണ് ഞാൻ എക്സ് എന്ന് എടുക്കുക. അപ്പോൾ 12 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താണ് 9 സ്ക്വയർ പ്ലസ്, അപ്പോൾ ഓൾറെഡി ഇത് എക്സ് ആണെങ്കിൽ ബാക്കി എത്രയാണ്? 21 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ വരും. ഇവിടെ എനിക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താണ്? പൈതഗോറിയൻ ട്രിപ്ലറ്റ് പൈതഗോറിയൻ തിയറം വെച്ചാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ 2 റേഡിയസും സെയിം ആണ്. ആദ്യം ഈ ട്രയാങ്കിളിൽ കേസ് എടുത്തു, അത് കഴിഞ്ഞ് ഈ ട്രയാങ്കിളിലെ കേസ് എടുത്തു. ഇനി
ഇനി ഇവിടെ ഈ ഇക്വേഷനിൽ സോൾവ് ഫോർ എക്സ് ചെയ്താൽ മതി. ബെസ്റ്റ് മെത്തേഡ് അതാണ്, നമ്മളിവിടെ ഈ ചെയ്ത് വെച്ച മെത്തേഡ് തന്നെയാണ്. പക്ഷെ അവിടെ ക്ലിയർ ആയിട്ട് ആ റേഡിയസ് അറിഞ്ഞിരിക്കണം, റേഡിയസ് അല്ല ട്രിപ്ലെറ്റ് അറിഞ്ഞിരിക്കണം. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. 4x + 12y + 36 = 0, 5x + ky + 45 = 0 ഹാസ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ രണ്ട് ലൈൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ കെയുടെ വാല്യൂ ചോദിക്കുമ്പം കണ്ടീഷൻ എന്താണ് വരുന്നത്? രണ്ട് ലൈൻ എഴുതാം. അപ്പം a1x + b1y + c1 = 0 ഒരു ലൈനിൻ്റെ ഇക്വേഷൻ. അതുപോലെ a2x + b2y + c2 = 0 എന്ന് പറയുന്ന അടുത്ത ലൈനിൻ്റെ ഇക്വേഷൻ. ഇനി ഇത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ എന്ത് വരും? ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് റേഷ്യോ, അതായത് a1/a2 = b1/b2 = c1/c2 വരും. ഇപ്പം നമ്മുടെ കേസിലേക്ക് എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? 4/5 = 12/k ആണ്, തന്നിട്ടില്ല, = 45/36. ജസ്റ്റ് ഇത്രയും പാർട്ട് എടുത്ത് സോൾവ് ചെയ്യാൻ മതി. അതായത് ക്രോസ് മൾട്ടിപ്ലൈ എന്താ വരുന്നത്? 4k = 12 × 5 ചെയ്യുമ്പോൾ 60 വരും. k = എന്താണ്? 60/4 വരും. 15 കിട്ടും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് QR എന്ന് പറയുന്ന ഒരു കോമൺ ടാൻജൻ്റ് ആണ്. അങ്ങനെയാണ് ദെൻ വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദ QR എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് സർക്കിളുണ്ട്. ഇത് സെൻറ്റർ M, ഇതിൻ്റെ സെൻറ്റർ N. MNൻ്റെ ദൂരം തന്നിട്ടുണ്ട്. എത്രയാണ്? 12 സെൻറ്റിമീറ്റർ എന്നല്ലേ? അല്ല, 16 സെൻറ്റിമീറ്റർ എന്ന്. ഇവിടെ ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? ഇത് 12 സെൻറ്റിമീറ്ററും ഇത് 8 സെൻറ്റിമീറ്ററും. ഇനി കോമൺ ടാൻജൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ വരും. ഇതിൻ്റെ ലെങ്ത്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോമൺ ടാൻജൻ്റ് ഇക്വേഷൻ എന്താണ്? √d² - d ആട്ടോ. d² - r1 - r2 the whole square ചെയ്താൽ മതി. ഈ d² എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സെൻറ്റേഴ്സ്. അതിവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 16. അപ്പോൾ ഇത് 16² വരും, അതായത് 256. ഇനി r1 - r2 എത്രയാണ്? 12 നിന്ന് 8 പോയാൽ ഇവിടെ എന്താണ്? 6 വരും. 6 അല്ല, 8 വരും. അല്ല, 4 വരും. അപ്പം 4² വരും, അതായത് 16. ഇത് ചെയ്താൽ എന്താ ഉണ്ടാവുക? 240 വരും. √240 ആണ് കറക്റ്റ് ആൻസർ. എനിക്ക് ഇവിടെ √240 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? √15 × 16 എഴുതാൻ പറ്റും. ഈ 16 പുറത്ത് വന്നാൽ എത്രയാണ്? റൂട്ടിന് പുറത്ത് വന്നാൽ 4 വരും. 4√15 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ വർഷങ്ങളിലാണ് ടൈപ്പ് സി ബൈക്കുകൾ ലെസ് ദാൻ ദ ആവറേജ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ടൈപ്പ് എ ബൈക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈപ്പ് എയുടെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ എത്രയാണ്? 100, 100, 200, 400, 600. ഇനി ഇവിടെ 94, 90 കിടപ്പുണ്ട്. 90 കൂടി 180, 184 വരും. അപ്പം 600, 180, 700, 784 പ്ലസ് ഒരു 71 ചെയ്യണം. അപ്പോൾ എത്ര? 855. 855 57 കൂട്ടിയാൽ മതി. അപ്പം എത്രയാണ്? 912 വരും. 912 / 4 ചെയ്യുമ്പോൾ എത്രയാണ്? 4 2s are 8 വരും. 1 റിമൈൻഡർ. 4 2s are 8 തന്നെ പിന്നെയും വരും. 11 8 പോയാൽ റിമൈൻഡർ 3 വരും. അപ്പം 4 8s are 32. ആവറേജ് എത്ര? 228 എന്ന് വരും. ഇനി ഇവിടെ ടൈപ്പ് സി നോക്കുമ്പം എത്ര വർഷങ്ങളുണ്ട്? 228 താഴെ പ്രൊഡക്ഷൻ വരുന്നത്. ഒന്ന് ഇതുണ്ട്, ഒന്ന് ഇതുണ്ട്. അപ്പം എന്താണ്? 2
എന്താ ശതമാനമൊക്കെ ആയിട്ട് നമ്മുടെ ശതമാനം വന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. 2 തവണയാണ് എന്ത് ആവറേജ് പ്രൊഡക്ഷൻ ഓഫ് എയുടെ താഴെ സി വന്നേക്കുന്നത് 2 വർഷങ്ങളിലാണ് വന്നേക്കുന്നത്. 2016-ലും 2017-ലും. മിസ്റ്റേക്കണായിട്ട് ചിലപ്പം വന്നേക്കുന്നതായിരിക്കും. അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ എ ഈസിക്കൽ ടു എക്സ് കോസ് തീറ്റ പ്ലസ് വൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ഈസിക്കൽ ടു എക്സ് സൈൻ തീറ്റ മൈനസ് വൈ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എത്രയെന്ന് ചോദിച്ചത്. ഇവിടെ എളുപ്പത്തിൽ ഇത് ചെയ്യണമെങ്കിൽ എന്താണ് എ ഈക്വൽ ടു പറഞ്ഞേക്കുന്നത് എക്സ് കോസ് തീറ്റ പ്ലസ് വൈ സൈൻ തീറ്റ എന്നാണ് വന്നേക്കുന്നത്. ബി ഈസിക്കൽ ടു എക്സ് സൈൻ തീറ്റ മൈനസ് വൈ കോസ് തീറ്റ ആണ് വന്നിരിക്കുന്നത്. അപ്പം ഈ തീറ്റയ്ക്ക് ഏതായിട്ട് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. 0-യോ 90-യോ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 0 ഇട്ട് കൊടുക്കാൻ ചൂസ് ചെയ്യും. അപ്പം എക്സ് കോസ് തീറ്റ എക്സ് ഇൻറ്റു കോസ് 0 വരും. കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 ആണ്. പ്ലസ് 1 അല്ല 1 ഇൻറ്റു ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ 1x വരും. ഇനി y ഇൻറ്റു സൈൻ 0 വരും. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പം ഇത് ഫുള്ള് 0 ആയി പോകും. അപ്പോൾ എ ഈസിക്കൽ ടു എന്നാണ് എക്സ് എന്ന് കിട്ടും. ഇനി ബി സിമിലർലി ബി ചെയ്യുമ്പോൾ എന്താണ് ബി ഈസിക്കൽ ടു എക്സ് ഇൻറ്റു സൈൻ 0 അപ്പം സൈൻ 0 തന്നെ. അപ്പോൾ ഇത് ഫുള്ള് 0 ആയി പോയിക്കോളും. മൈനസ് വൈ ഇൻറ്റു കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ബി ഈസിക്കൽ ടു മൈനസ് വൈ എന്ന് വരും. നമ്മളോട് ചോദിച്ചെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എയുടെ വാല്യൂ എക്സും ബിയുടെ വാല്യൂ മൈനസ് വൈ. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് വൈ ഹോൾ സ്ക്വയർ വരും. മൈനസ് വൈ ഇൻറ്റു മൈനസ് വൈ ചെയ്യുമ്പോൾ എത്ര വൈ വരും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നെയാണ് ആൻസർ വരുന്ന ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 5 ഇൻറ്റു 16 മൈനസ് 15 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കുമ്പോൾ എത്രയാണ് 13 പ്ലസ് 12 25 ബൈ 13 വരും. പിന്നെ 5 ഇൻറ്റു 16 ചെയ്യാൻ എത്രയാണ് 16 ഇൻറ്റു 10 ചെയ്തിട്ട് പകുതി എടുത്താൽ 160-ൻ്റെ പകുതി എടുത്താൽ മതി. 160-ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര 80 വരും. അപ്പോൾ 80-ന് 10 ബൈ 70, 70-ന് 5 ബൈ എത്ര 65 വരും. ഇവിടെ എന്താ 13 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 65 വരുന്നു. അപ്പം എന്താണ് 125 ബൈ 16 വരും. ഇത് മിക്സഡ് ആക്കണമെങ്കിൽ എങ്ങനെയാണ് 16 ഇൻറ്റു 7 ചെയ്യുമ്പോൾ എത്രയാണ് 112 വരും. 125-ന് 112 പോയി എത്രയാണ് 13 അല്ലേ. 13 ഡിവൈഡ് ബൈ എന്താണ് 16 വരും. അപ്പം 7 ആൻഡ് 13 ബൈ 16 ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4. ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് ബോണസ് പെയ്ഡ് ബൈ എ കമ്പനി ഡ്യൂറിങ് ദ ഗിവൺ പീരീഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ദ സാലറി പെയ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ബോണസ് ഇതാണ്, ഇതെല്ലാം കൂടെ സം ചെയ്തെടുക്കണം. സാലറി ഇതാണ്, ഇതെല്ലാം കൂടെ സം ചെയ്തെടുക്കണം. അപ്പം സാലറി എല്ലാം കൂടെ സം ചെയ്തെടുക്കുമ്പോൾ എത്രയാണ് 3, 6, 9, 12, 1200 പ്ലസ് 24, 10, 34, 34, 38, 64, 8 എത്രയാണ് 72, 72, 46, 118 വരും. അതിൻ്റെ കൂടെ എന്തൊരു 410 കൂടെ വരും. അപ്പോൾ 1318, 1418, 1518, 1618, 1718, 1728 വരും സമം. ഇനി ബോണസിൻ്റെ സമയം ചെയ്യുമ്പോൾ എത്ര 3.84, 3.68, 3.00, 3.52, 3.96, 6, 4, 10, 18, 20 വരും.
2 റിമൈൻഡർ, 2 10, 15, 21, 21 9 30, 3 റിമൈൻഡർ. ഇനി ഇത് ചെയ്തിട്ടുണ്ട്. ഇത് 3 അല്ല 2 ആണ്, 2.52 ആണ്. 3 5 15 പ്ലസ് 2 വരുമ്പോൾ എത്രയാണ്? 17 വരും. 17 രൂപ 1728 രൂപയുടെ എത്ര ശതമാനമാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ 17 ഡിവൈഡ് ബൈ 1728 ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എന്താണ് 1728 രൂപയുടെ 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 17.28 രൂപയാണ്. അപ്പോൾ ജസ്റ്റ് 1% താഴെയാണ് വരുന്നത് കറക്റ്റായിട്ട് ഇത് കണക്ക് കൂട്ടി വരുമ്പോൾ. അപ്പം ഇതല്ല. അപ്പോൾ ആൻസർ എത്രയാണ്? ഓപ്ഷൻ 2 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദിച്ചേക്കുന്നത് ഇഫ് ദ ഹൈറ്റ് ആൻഡ് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ 28 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി ആണ്. ദെൻ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ സർഫസ് ഏരിയ ടു ദ കർവ്ഡ് സർഫസ് ഏരിയ ചോദിച്ചേക്കുന്നത്. സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഈ 2 സർക്കിളും പിന്നെ ഈ കർവ്ഡ് ഏരിയയും കൂടെ കൂട്ടണം. 2 സർക്കിളിൻ്റെ ഏരിയ വരുമ്പോൾ എത്ര? 2 × πr² വരും. പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ എത്ര വരുന്നത്? 2πrh വരും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പുറത്തെടുക്കാൻ പറ്റും? 2πr പുറത്തെടുക്കാൻ പറ്റും. ഇവിടെ 2πr ഉണ്ട്, ഇവിടെ 2πr ഉണ്ട്. അപ്പോൾ ഞാൻ 2πr പുറത്തെടുത്താൽ എത്രയാണ്? അകത്തൊരു r² വരും, പിന്നെന്താണ് ഇവിടെ ഒരു h വരും. സോറി, ഇവിടെ r² വരില്ല, r വരുള്ളൂ. ഇനി ഈസ്റ്റു എന്താ ചോദിച്ചേക്കുന്നത്? ഈസ്റ്റു ടോട്ടൽ സർഫസ് ഏരിയ ഈസ്റ്റു കർവ്ഡ് സർഫസ് ഏരിയ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2πrh വരും. 2πr വെട്ടിപ്പോയി r+h ഈസ്റ്റു h കണ്ടുപിടിച്ചാൽ മതി. അപ്പം r+h ഈസ്റ്റു h കണ്ടുപിടിക്കുമ്പോൾ എത്രയാണ്? ഡയമീറ്ററാണ് തന്നേക്കുന്നത് 12. അപ്പോൾ r എത്രയാണ്? 6 സെൻറ്റിമീറ്റർ വരും. 6 + h എത്രയാണ്? 28:28 എടുത്താൽ മതി. സോറി, എടുത്ത തെറ്റിപ്പോയി. എന്താണ്? ഹൈറ്റാണ് ആദ്യം തന്നേക്കുന്നത്. ഹൈറ്റ് 12 സെൻറ്റിമീറ്ററും ഡയമീറ്ററാണ് 28 സെൻറ്റിമീറ്ററും. അപ്പോൾ 28ൻ്റെ പകുതി 14 എടുത്താൽ മതിയാവും. 14 + h എന്ന് പറയുന്നത് 12 ഹൈറ്റ് 12 വരും. അപ്പോൾ 14 10 24 26 വരും. 26:12 2 സൈഡിലും 2 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? 6:13 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. അപ്പോൾ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ തന്നേക്കുന്നത് എന്താ? ഒരു കമ്പനിയിൽ മെൻ ഈസ്റ്റു വുമൻ്റെ റേഷ്യോ തന്നേക്കുന്നത് എത്രയാണ്? 5:3 ആണ്. ഇനി 150 അഡീഷണൽ വുമൻസ് ആർ എംപ്ലോയിഡ് റേഷ്യോ എത്രയാണ്? 5:4 ആവും. അപ്പോൾ ഇവിടെ 150 വുമൻസിനെ കൊണ്ടുമ്പോൾ എത്രയാണ്? 5:4 ആവും. 5:4 ആവും. ചോദിച്ചേക്കുന്നത് ഹൗ മെനി മെൻസ് ആർ എംപ്ലോയിഡ് ഇൻ ദ കമ്പനി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് സിമ്പിളാണ്, കാരണം ഇവിടെ റേഷ്യോയിൽ തന്നെ നമുക്കറിയാൻ പറ്റും. മെന്നിൻ്റെ 2 റേഷ്യോ സെയിം ആണ്. സാധാരണ ഇങ്ങനെ കേസിൽ നമുക്കിതിങ്ങനെ കിട്ടാറില്ല. ഇവിടെ വുമൻസിൻ്റെ എണ്ണമാണ് കൂട്ടുന്നത്. വുമൻസിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെൻസിന് ഈ റേഷ്യോ ചേഞ്ചായി പോകാറുണ്ട്. അത് ചേഞ്ച് ആയത് സെയിം ആക്കിയിട്ടാണ് സാധാരണ ചെയ്യാറ്. ഇവിടെ എന്താണ്? ജസ്റ്റ് ഒരു യൂണിറ്റ് 150 എടുത്താൽ മതി. കാരണം 3-ന് 4 ഇപ്പം 1 യൂണിറ്റാണ് വ്യത്യാസം വന്നേക്കുന്നത്. ആ 1 യൂണിറ്റ് 150 എടുത്താൽ മതി. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ 150 ആണെങ്കിൽ 5 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ 1 × 150. അപ്പോൾ 5 × 150 750 കിട്ടും. ആൻസർ എത്ര? 750 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ? ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ABC എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ അറ്റ് C എന്നാണ് പറഞ്ഞേക്കുന്നത്. AB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി CM ഈസ് പെർപെൻഡിക്കുലർ ടു AB എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് CM. BMൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ചോദിച്ചേക്കുന്നത് എന്താ? CMൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ ലെങ്ത്ത്
ഇപ്പോഴും ഇങ്ങനെ ഒരു ഫിഗർ വന്നാൽ സാധാരണ ഉപയോഗിക്കേണ്ട ഒരു ഫോർമുല ഏതാണ്? SSCയുടെ എന്താ ജിയോമെട്രിക് മീൻ തിയറം എന്ന് പറയുന്നൊരു തിയറം ഉണ്ട്. ഇത് മൊത്തം എന്താണ് എക്സ് ആയിട്ട് എടുത്തു, എ ബി, ഇത് പി ക്യൂ, അതുപോലെ എ ബി സി എം. ഇനി ഞാൻ എഴുതുന്ന ഫോർമുല ഏതൊക്കെയാണെന്ന് വെച്ചാൽ സി എം സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? സി എം സ്ക്വയർ എന്ന് പറയുന്നത് ഈ എ ഇൻറ്റു ബി ചെയ്താൽ മതി, എ ഇൻറ്റു ബി. ഇനി സി ബി സ്ക്വയർ ആണെങ്കിൽ ഈ ബി ഇൻറ്റു എക്സ് ചെയ്താൽ മതി. ഇനി എ സി സ്ക്വയർ ആണെങ്കിൽ എക്സ് ഇൻറ്റു എന്താണ് എ സിയുടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സൈഡ് എത്രയാണ്? എ. ഈ 3 ഇക്വേഷനും ഓർത്തിരിക്കണം. ഇതുപോലെ സി എം കാണാൻ വേറെ ഇക്വേഷനും കൂടി ഉണ്ട്. എന്താണ് പി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് ചെയ്താലും മതി. ഈ ഇക്വേഷനും ഓർത്തിരിക്കുക. വേറെ ഇക്വേഷൻ കൂടി ഉണ്ട്. എന്താണ് 1 ബൈ സി എം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 1 ബൈ പി സ്ക്വയർ പ്ലസ് 1 ബൈ ക്യൂ സ്ക്വയർ. ഇതും ഓർത്തിരിക്കുക. ഒരൊറ്റ ഫിഗറിൽ നിന്നാണ് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യാവുന്നത്. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് സി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പം ഇത് മൊത്തം 18 തന്നിട്ടുണ്ട്, എ ബി മൊത്തം 18 തന്നിട്ടുണ്ട്, അതായത് ബി എം 6 തന്നിട്ടുണ്ട്. അപ്പം 18 6 കുറച്ച് എത്ര? ഇവിടെ 12 കിട്ടും. അപ്പം സി എം കാണാൻ എന്താ സി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓവർ 12 ഇൻറ്റു 6 ഇതാണ്. 12 ഇൻറ്റു 6 ചെയ്യുമ്പോൾ എത്ര? റൂട്ട് 72 ആവും. ഇവിടെ ഈ 72നെ എങ്ങനെ എഴുതാൻ പറ്റും? 36 ടൈംസ് 2 എന്ന് എഴുതാൻ പറ്റും. ഈ 36 റൂട്ടിന് പുറത്ത് വരുമ്പോൾ എത്രയാണ്? 6 വരും. 6 റൂട്ട് 2 ആണ് ആൻസർ, ഓപ്ഷൻ 2. ഇവിടെ ഈ ഫോർമുല എല്ലാം കാണാൻ പഠിക്കേണ്ട. ഇങ്ങനൊരു ഫിഗർ കിട്ടിയാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോർമുലയാണ് മോസ്റ്റ് പ്രോബബ്ലി ഉപയോഗിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഈ ഒരു ബോട്ട് 18 മണിക്കൂർ എടുക്കും ഡൗൺ സ്ട്രീം പോകാൻ, 36 മണിക്കൂർ എടുക്കും തിരിച്ച് ആ സ്ഥലത്ത് തന്നെ എത്താൻ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ടു ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് ചോദിച്ചേക്കും. ഇവിടെ തന്നിരിക്കുന്നത് ടൈമിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, അപ്പ് സ്ട്രീമും ഡൗൺ സ്ട്രീമും. ഡൗൺ സ്ട്രീം പോകാൻ എത്ര മണിക്കൂർ എടുക്കും? 18 മണിക്കൂർ എടുക്കും. അപ്പ് സ്ട്രീം പോകാൻ 36 മണിക്കൂർ എടുക്കും. ഇനി സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞ ഫോർമുല ഇവിടെ ഉപയോഗിക്കുന്നു. ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഇവിടെ സെയിം ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുണ്ട്. അപ്പം ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എന്താണ് സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആകും. ടൈമിൻ്റെ റേഷ്യോ ഇവിടെ തന്നിട്ടുള്ള സ്ഥിതിക്ക് ഇത് തിരിച്ചിട്ടാൽ മതി ഈ സ്പീഡിൻ്റെ റേഷ്യോ കിട്ടാൻ. അപ്പോൾ 18:36 ആവും. ഇവിടെ അപ്പ് സ്ട്രീം സ്പീഡിൻ്റെ ഡൗൺ സ്ട്രീം സ്ട്രീമിൻ്റെ റേഷ്യോ കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്താ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ കാണണം. അത് കാണാൻ എന്താ അപ്പ് സ്ട്രീം സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പം 36 10 46 46 8 കൂടെ കൂട്ടി 52 വരും. 52/2 ചെയ്യുമ്പോൾ എത്രയാണ്? 27 ബോട്ട് സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ. 27:. ഇനി സ്പീഡ് ഓഫ് ദ സ്ട്രീം കാണാൻ എന്ത് ചെയ്യണ്ടേ? 36-ന് 18 കുറച്ചതിന് ശേഷം ഡിവൈഡ് ബൈ 2 ചെയ്യണം. 36-ന് 18 പോയാൽ എത്രയാണ്? ബാക്കി 18 ഉണ്ടാവുക. 18 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്രയാണ്? 9 വരും. ഇതാണ് സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്. ഇത് റേഷ്യോ എടുക്കുമ്പോൾ എത്രയാണ്? 1:3 വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. പറഞ്ഞേക്കുന്നത് എന്താ? PQRS എന്ന് പറയുന്ന ഒരു റോംബസ് ആണ്. O ഈസ് എനി ഇൻറ്റീരിയർ പോയിന്റ് സച്ച് ദാറ്റ് OP ഈസ് ഈക്വൽ ടു OR. വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് മെഷർ ഓഫ് SOR എന്നായി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു റോംബസ് വരച്ചോളാം. റോംബസിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, പക്ഷേ ആംഗിൾ എന്തായിരിക്കും?
ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും, അഡ്ജസൻ്റ് ആംഗിൾ കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആണ്. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്? ഒ ഈസ് എനി ഇൻറ്റീരിയർ പോയിന്റ് സച്ച് ദാറ്റ് ഒ പി ഇസിക്കൽ ടു ഒ ആർ എന്ന് പറഞ്ഞേക്കുന്നത്. ആദ്യം മാർക്ക് ചെയ്യാം. പി ക്യു ആർ എസ്. ഒ ഈസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് പറഞ്ഞേക്കുന്നത് ഒ പി ഈക്വൽ ടു ഒ ആർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത്ര ഈക്വലാണ്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് എസ് ഒ ക്യു എന്ന് പറയുന്ന ലൈനിൻ്റെ ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് ഡയഗണലാണ്, ഡയഗണൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഇവിടെ ഒരു റോംബസിൻ്റെ സൈഡ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആണ്. അപ്പം ഡയഗണൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. 90 കൂട്ടുമ്പോൾ 180 വരും. 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ടോട്ടൽ ടാർഗറ്റഡ് പ്രൊഡക്ഷൻ ഓഫ് 2021 ആൻഡ് 22 ടു ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് 19 തൊട്ട് 22 വരെ. 21-22 ടാർഗറ്റ് പ്രൊഡക്ഷൻ വേണം. അപ്പോൾ 70-80 ആണ് ഇവിടുത്തെ ടാർഗറ്റഡ് പ്രൊഡക്ഷൻ. ഈസ്റ്റ് എത്രയാകണ്ടേ? 19 തൊട്ട് 22 വരെയുള്ള ആക്ച്വൽ പ്രൊഡക്ഷൻ അത് എത്രയാണ്? 40 ആക്ച്വലല്ലേ. അപ്പം 36, 32, 59, 65. അപ്പം 7 8 15 150 വരും. ഇവിടെ 6 2 8, 8 8 16 1 17 17 5 22 2 3 3 6 6 2 8 8 5 13 13 6 എത്ര? 19 വരും. അപ്പോൾ ഇവിടെ എന്താണ്? 2 എനിക്ക് 3 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പം 192 3 കൊണ്ട് വെട്ടുമ്പോൾ എത്ര? 3 6 18 വരും. 1 റിമൈൻഡർ. അപ്പം 64 വരും. ഇനി 150 / 3 എന്ന് പറയുന്നത് 50 ആണ്. ജസ്റ്റിന് 2 കൊണ്ട് വെട്ടിയാൽ എത്ര? 25:32 വരും. അതാണ് ആൻസർ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഉണ്ടോ സൈൻ എ പ്ലസ് കോസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2√2. അങ്ങനെ ഫൈൻഡ് ദ വാല്യൂ സൈൻ റൈസ് ടു 4 പ്ലസ് കോസ് റൈസ് ടു 4a എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ സംഭവം നമ്മൾ കുറച്ചുകൂടി ലോജിക്കലി എൻകൗണ്ടർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് തന്നേക്കുന്ന സാധനം എന്താ? സൈൻ എ പ്ലസ് കോസ് എ ഈക്വൽ ടു 1/2√2 എന്ന് തന്നിട്ടുണ്ട്. ഞാനത് 2 സൈഡിലും സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റ് വേണം എക്സ്പാൻഡ് ചെയ്യാൻ. അതായത് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് വരും. അപ്പം ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ പ്ലസ് 2 ഇൻറ്റു സൈൻ എ കോസ് എ എന്ന് വരും. ഈക്വൽ ടു ഇത് LHS അല്ല RHS സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 1/2 സ്ക്വയർ എത്രയാണ്? 4 വരും. √2 × √2 എന്ന് പറയുന്നത് 2 തന്നെ വരും. 4 × 2 എന്ന് പറയുന്നത് 8 വരും. ഈ സംഭവം എന്താണ്? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്താണ്? 1 ആയി പോയിക്കോളും. അപ്പം 2 സൈൻ എ കോസ് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 1 എടുത്ത് ഇപ്പുറത്ത് വിട്ടാൽ മതി. -1 ആയിക്കോളും. അപ്പം 2 സൈൻ എ കോസ് എയുടെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/8 - 1 എന്നുള്ള. അപ്പം സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ്? -7/8 വരും. അപ്പോൾ 2 സൈൻ എ കോസ് എയുടെ വാല്യൂ -7/8 എന്ന് കിട്ടും. ഇനി ഈ 2നെ ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ്? × 2 എന്ന് വരും. അപ്പം -7/16 ആണ് സൈൻ എ കോസയുടെ വാല്യൂ വരുന്നത്. -7/16 വരും. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ സൈൻ റൈസ് ടു 4 പ്ലസ് കോസ് റൈസ് ടു 4 എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. സൈൻ സ്ക്വയർ പ്ലസ് സൈൻ
സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പം എന്താ കിട്ടുക? സൈൻ സ്ക്വയർ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ എ ആണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ട സംഭവം എന്താണ്? ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ സൈൻ റൈസ് ടു 4 പ്ലസ് കോസ് റൈസ് ടു 4 ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതിനെ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വിട്ടാൽ എന്താണ്? ഇത് മൊത്തം പോയിട്ട് -2 സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ ആവും. ഇവിടെ പോയിട്ട് എന്താണ്? -2 സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ ആവും. അപ്പം ഇത്രയും കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എത്രയാവും? ഇത്രയും പോയിട്ട് എന്താണ്? 1 വരും. കാരണം സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ 1 ആവും. 1 - 2 സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ എ ചെയ്താൽ മതി. അപ്പം സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയറുടെ വാല്യൂ നമുക്കിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 - 2 ഇൻറ്റു ഈ എൻ്റെ കയ്യിലുള്ള സൈൻ എ കോസയുടെ വാല്യൂ ആണ്. പക്ഷേ ഇവിടെ ചോദിച്ചേക്കുന്നത് 2 സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ എ. അപ്പം എനിക്ക് ഈ സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയറിനെ എനിക്ക് സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? കാരണം ഇവിടെ രണ്ടിലും സ്ക്വയർ ഉണ്ടല്ലോ. ഞാനിവിടെ സൈൻ എ കോസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി സൈൻ എ കോസയുടെ വാല്യൂ നമുക്കറിയാം. എന്താണ്? -7/16. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം അത് മൊത്തം പോയിട്ട് എന്താ വരിക? -7/16 വരും. ഇനി ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. അതായത് -16 സ്ക്വയർ അല്ല 16 സ്ക്വയർ എടുക്കുമ്പോൾ 256 -7 സ്ക്വയർ എടുക്കുമ്പോൾ 49 വരും. ഇനി ഇവിടെ 256 രണ്ടും കൂടെ കട്ട് ചെയ്ത് പോയിട്ട് 128 വരും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 128 മൈനസ് 49/128 വരും. 128 - 49 ചെയ്യുമ്പോൾ 79/128 വരും. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 2. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദിച്ചേക്കുന്നത് 8a³ + b³ + 27c³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18abc. അതായത് റിലേഷൻഷിപ്പ് എമൗണ്ട് എ ബി ആൻഡ് സി ഓപ്ഷൻ തന്നേക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഏതാണ്? x³ + y³ + z³ = 3xyz ആണെങ്കിൽ എന്താണ്? x + y + z = 0 ആണ്. തന്നേക്കുന്ന ഈ 8a³ + b³ + 27c³ എങ്ങനെയെങ്കിലും ഈ ഫോർമാറ്റിലോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കണം. അപ്പം അത് പറ്റും. കാരണം എന്താണ്? എക്സിന് പകരം എന്താണ്? ക്യൂബ് ചെയ്യുമ്പം 8a³ കിട്ടണം. അപ്പം എക്സിന് പകരം എന്ത് കൊടുക്കണം? 2a കൊടുത്താൽ മതി. അതുപോലെ വൈക്ക് പകരം ബിയും സിക്ക് പകരം 3cയും കൊടുത്താൽ മതി. അപ്പം അത് കൊടുക്കുമ്പോൾ എന്താവും? 2a³ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി 8a³ ആവും. പ്ലസ് b³ അങ്ങനെ തന്നെ. ഈ c³ എന്ന് പറയുന്നത് c³ അല്ല 3c³ എന്ന് പറയുന്നത് എത്രയാവും? 27c³ ആവും. 3c³ എന്ന് പറയുന്നത് 3c³ എന്ന് പറഞ്ഞാൽ 27c³ ആവും. ഈക്വൽ ടു എന്താണ്? 2a ഇൻറ്റു ബി ഇൻറ്റു സി വരും. സോറി, സി അല്ല 3c വരും. അപ്പം ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? സോറി തെറ്റിപ്പോയി. അതായത് 3abc വരണം കേട്ടോ. 3 ഇൻറ്റു 2a ഇൻറ്റു ബി ഇൻറ്റു 3c വരും. അപ്പോൾ ഇവിടെ 3 2s 6 വരും.
6 3s are 18 വരും. കറക്റ്റ് 18 ABC വരുന്നുണ്ട്. 18 ABC വരും. അപ്പോൾ എക്സിന് 2Aയും വൈക്ക് Bയും സിക്ക് 3Cയും കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇപ്പം 2A + B + 3C എന്ന് പറഞ്ഞാൽ =0 ആവും. ഇതാണ് റിലേഷൻഷിപ്പ്. ഇനി എന്താണ്, ഓപ്ഷനിൽ നിന്ന് കറക്റ്റായിട്ട് നോക്കി തിരഞ്ഞെടുക്കാന്നുള്ളൂ. അപ്പം നമുക്ക് B + 3C = -2A എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഈ 2A ഇപ്പുറത്തേക്ക് പോയാൽ ഇത് -2A ആയിക്കോളും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ബാക്കി ഏത് ഓപ്ഷൻ എടുത്താലും ശരിയാവത്തില്ല. 2A + 3C = B എന്ന് പറഞ്ഞാൽ ഇത് വരത്തില്ല, ഇതും വരത്തില്ല, ഇതും വരത്തില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഫുള്ള് ഈ തന്നേക്കുന്ന എക്സ്പ്രഷനാണ് ചോദിച്ചേക്കുന്നത്. ഇത് സോൾവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ തീറ്റയ്ക്ക് ഇവിടെ എത്തിയാലും ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഈ cos 90 - θ എന്താണ്, ഞാൻ sin θ എന്ന് എഴുതും. അപ്പോൾ 4 sin θ ഇൻറ്റു ഈ sin cube 90 - θ 90 + θ എന്ന് പറയുന്നതാണ്, അത് cos cube θ ആവും. മൈനസ് സെയിം പാറ്റേൺ 4 sin 90 - θ എന്ന് പറയുന്നത് 4 cos θ ആവും ഇൻറ്റു cos cube 90 - θ എന്നുള്ളത് sin cube θ ആവും ഡിവൈഡഡ് ബൈ cos 180 + 8 θ ആണ്. അത് രണ്ടിനെ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്, 90 + 4 θ ആവും. ഇനി ഇവിടെ cos 90 + 4 θ എന്നുള്ളത് എന്താണ്, -sin 4 θ ആവും. ഇനി ഇവിടെ തീറ്റയ്ക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരാൻ പാടില്ല. അപ്പം ഏതൊക്കെ വാല്യൂ പറ്റില്ല, sin 0 പറയുന്നത് 0, sin 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ, അത് പറ്റില്ല. 45 × 4 എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. sin 180 എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോൾ ഇവിടെ 45 പറ്റത്തില്ല. പിന്നെ sin 90 × 4 എന്ന് പറഞ്ഞാൽ 360 ആണ്. അപ്പോൾ sin 360 എന്ന് പറയുന്നത് 0 തന്നെ. അപ്പോൾ 90 പറ്റത്തില്ല. ഇത് മൂന്നും തീറ്റയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. തീറ്റ = 30 കൊടുക്കാം, പെർഫെക്റ്റ്ലി ഓവർറൈറ്റ്. ഞാൻ 30 കൊടുക്കാം. അപ്പോൾ 4 × sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, ഇൻറ്റു cos cube 30 എത്രയാണ്, cos 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്, അതിൻ്റെ ഹോൾ ക്യൂബ് ഇല്ല. അപ്പോൾ എന്താ, √3/8 വരും. 3√3/8 വരും. മൈനസ് 4 × cos 30 എന്ന് പറയുന്നത് √3/2 ഇൻറ്റു sin 30 എന്ന് പറഞ്ഞാൽ 1/2 വരും. 1/2ൻ്റെ ഹോൾ ക്യൂബ്, അതായത് എത്രയാണ്, 1/8 വരും, ഇൻറ്റു 1/8 ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ത് വരും, -sin × 4 ഇൻറ്റു 30 ആണ്. അപ്പം 120 വരും, -sin 120 -√3/2 വരും. സോൾവ് ചെയ്തെടുത്താൽ മതി. 2ഉം 4ഉം കട്ട് ചെയ്ത് പോയി 2i, 2ഉം 4ഉം കട്ട് ചെയ്ത് പോയി 2i. ഇവിടെ മൊത്തം പോയിട്ട് എന്താണ്, 2 × 3 ചെയ്യുമ്പം 6 വരും, 6√3/8 വരും. മൊത്തം പോയിട്ട് 6√3/8 വരും. ഇവിടെ 2√3/8 വരും. 2√3/8 വരും. ഇത് ഇവിടെ പോയിട്ട് എന്താണ്, 6√3 - 2√3 എന്ന് പറയുന്നത് 4√3/8 വരും. 4√3/8 വരും. അഥവാ എന്താണ്, 2√3/4. 2√3/4 ഒന്നുകൂടെ വെട്ടിപ്പോകും. അപ്പം √3/2 വരും. ബാക്കി എന്താ വരുന്നത്, ബാക്കി
√3/2 ബൈ -√3/2. അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെയാണ് 2/√3 ആവും, -2/√3 ആവും. √3 കട്ട് ചെയ്ത് പോയി, ബാക്കിയുള്ള 2 കട്ട് ചെയ്ത് പോയി, ബാക്കി എന്താണ് -1 ഉണ്ടാവും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ചെയ്യാം. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ആർട്ടിക്കിൾ 2 പേര് കൈമാറി. മൊത്തം പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് 40 രൂപയാണ്, 40% ഓഫ് ദ കോസ്റ്റ് പ്രൈസ്. ആദ്യത്തെ ആൾക്ക് 30% ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് എന്തുമാത്രം ലാഭം കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 100 രൂപയുടെ സാധനം ആദ്യത്തെ ആൾക്ക് 30% ലാഭം കിട്ടി, അപ്പം 130 രൂപയ്ക്ക് വിറ്റു. രണ്ടാമത്തെ ആൾ എത്രയോ ശതമാനം ലാഭത്തിന് വിറ്റു, അതറിയത്തില്ല. നമുക്ക് എന്താണ് മൊത്തം എത്ര വില കൂടിയെന്നറിയാം. 140% ആയി, കാരണം മൊത്തം 40% പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 130-ന് 140 ആയെങ്കിൽ എത്ര കൂടിയിട്ടുണ്ട്? 10% കൂടി. എത്രയിൽ? 130 ഇൻറ്റു 100 ചെയ്താൽ മതി. ഇപ്പം ഇവിടെ 100/13 ചെയ്താൽ എത്രയാണ്? 13 7 ചെയ്താൽ 91 വരും. 13 8 ചെയ്താലോ? 13 8 ചെയ്താൽ 100-ന് മുകളിൽ പോകും, അപ്പം 104 വരും. 13 7 തന്നെ വരും. 13 7 91. ബാക്കി റിമൈൻഡർ എത്രയാണ്? 100-ന് 91 പോയാൽ 9 റിമൈൻഡർ, ബാക്കി 13. അപ്പോൾ 7 ആൻഡ് 9/13 കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ അല്ലേ AQ + 3A² + 3A എന്ന് പറയുന്നത് 7 ആണ്. അങ്ങനെയാണ് വാല്യൂ ഓഫ് A² + 2A എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് AQ + 3A² + 3A = 7 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഈ സൈഡിൽ ഒരു 1 കൂടി ഉണ്ടെങ്കിൽ എന്താണ് A+1² എന്ന് എഴുതാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് സൈഡിലും ഒരു 1 ആഡ് ചെയ്യുക. രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരുപോലെ ആണല്ലോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? A+1² ആയിക്കോളും. ഇത് സംശയം കാണും, ഇത് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എത്തുമെന്ന് സംശയം കാണും. നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. AQ + 3 × A² × 1 + 3 × 1² × A+1 എന്ന് വരും. എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇതുമായിട്ട് മാച്ച് അല്ലേ, അപ്പം കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ A+1² = 7 + 1 8 എന്നായി. അപ്പോൾ A+1ൻ്റെ വാല്യൂ എന്താണ്? രണ്ട് സൈഡിലും ക്യൂബ് റൂട്ട് എടുത്താൽ മതി. 8ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ A+1 എന്ന് പറയുന്നത് 2 ആയി. അപ്പോൾ എയുടെ വാല്യൂ 2 - 1 1 വരും. എയുടെ വാല്യൂ കിട്ടിയ സിമ്പിളാണ്, നേരെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. 1² + 2 × 1 എത്രയാണ്? 3. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? A group of 30 students appeared at test. The average score of total students എന്ന് പറഞ്ഞാൽ 62 ആൻഡ് ദ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ 76. ഫൈൻഡ് ദ ആവറേജ് സ്കോർ ഓഫ് ദ ഗ്രൂപ്പ് എന്ന് ചോദിച്ചേക്കുന്നത്. അലിഗേഷൻ ചെയ്താൽ മതി. ഇവിടെ മൊത്തം 30 സ്റ്റുഡൻസ് ആണുള്ള 12 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര? 62. ബാക്കി 18 പേരുടെ ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര? 76. അപ്പം നടുക്കുള്ള ഈ സംഭവമാണ് നമുക്ക് കാണേണ്ടത്. ഇത് വെട്ടി കൊടുക്കുമ്പോൾ എത്ര? 3 4 3 6 80 2 3 വരും. ഇവിടെ നടുക്കത്തെ പോർഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. 62 × 2 + 76 × 3 / 3 + 2 5 ചെയ്താൽ മതി. ഇവിടെ 62 × 2 ചെയ്യുമ്പോൾ എത്രയാണ്? 124 വരും. ഇനി 76 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? ഇത് 3 കേട്ടോ. 7 3 21 വരും. 710. 6 3 18. ഇപ്പം എത്രയാണ്? 728 വരും.
ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 352 ഡിവൈഡ് ബൈ 5, 7 5 35, 2 പോവില്ല, അപ്പം 0 ഇട്ട് കൊടുത്തോളാം. 0.4 70.4 കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈ 1040 രൂപ 1230 രൂപ ആയി എത്ര വർഷം കൊണ്ടാണ്? 1.5 വർഷം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കും. അപ്പോൾ പ്രിൻസിപ്പിൾ എത്രയാണ്? ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് 1 ആൻഡ് 1/2, 3/2 അല്ലേ, ഇൻറ്റു R/100 എന്ന് പറയുന്നത് എത്രയാണ്? 1230 1040 കുറച്ചാൽ മതി. അപ്പം 190 രൂപയാണ് പലിശയായിട്ട് കിട്ടിയത്. 190 രൂപ. ഇവിടെ സോൾവ് ഫോർ R ചെയ്താൽ മതി. ഇവിടെ ഉപയോഗിച്ചിരുന്ന ഇക്വേഷൻ ഏതാണ്? PNR/100 എന്ന് പറയുന്ന ഇക്വേഷൻ, നോർമൽ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. 100 ഇങ്ങോട്ട് പോകുമ്പോൾ എത്രയാണ്? 2 0 ഇവിടെ 2 10 40 കൂടെ വെട്ടിപ്പോയത് എത്രയാണ്? 520 വരും. 0 വെട്ടിപ്പോയി. 3 × 52 എത്രയാണ്? 156 വരും. R = 1900 ഡിവൈഡ് ബൈ 156 വരും. അപ്പം 156 × 10 ചെയ്യുമ്പോൾ എത്രയാണ്? 1560 വരുന്നറിയാം. അപ്പം 10 എന്തായാലും വരില്ല. 156 × 13 ചെയ്യുമ്പോൾ എത്രയാണ്? 1560 കൂടെ 156 3 തവണയും കൂടെ പോകും. 156 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 50 3 1 3 റിമൈൻഡർ 1 468 കൂടെ കൂടും. 8 12 5 4 9 2000 പോകും. നമുക്ക് ഇവിടെ 1900 മതി. കാര്യം മനസ്സിലായി. എന്തായാലും 13 വരത്തില്ല. അപ്പം 11 12 മനസ്സിലായി. നമുക്കിനി എന്താണ് ഇതുപോലെ തന്നെ 12 നോക്കാം. 156 × 2 ചെയ്യുമ്പോൾ 312 കയറി വരുന്നത്. അപ്പം 2 7 3 8, അപ്പോൾ 1872 വരുന്നുള്ളൂ 12 ചെയ്യുമ്പോൾ. അപ്പം എന്താണ് ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 റിമൈൻഡർ എത്രയാണ്? 1900 1872 പോയാൽ റിമൈൻഡർ 28 വരും. 28 തന്നെ. അതെ 28 ആൻഡ് 156. പിന്നെ എന്തിനാണ് 4 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 7 വരും. 156 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 39 വരും. അപ്പം 12 ആൻഡ് 7/39 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്തായത് എലക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 കാൻഡിഡേറ്റ്സ് എലക്ഷൻ നിന്നു. 80% ഓഫ് ദ ആൾക്കാർ മാത്രമേ വോട്ട് ചെയ്തുള്ളൂ. അതിൽ തന്നെ 5% ഓഫ് ദ വോട്ട്സ് പോൾഡ് വെയർ ഇൻവാലിഡ്. വിന്നിങ് കാൻഡിഡേറ്റിന് എന്താണ് 70% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട് കിട്ടി. ആൻഡ് വോൺ ബൈ മജോറിറ്റി ഓഫ് എത്രയാണ്? 36,480 വോട്ട്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ എന്നാണ് മൊത്തം 1000 വോട്ടേഴ്സ് ഉണ്ടായിരുന്നെടുത്താൽ മതി. അതിനകത്ത് 80% ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 800 ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ എന്താണ് 800ൻ്റെ 5% വോട്ട്സ് പോൾഡ് ഇൻവാലിഡ് ആയിപ്പോയി. അപ്പോൾ 800 × 5/100 എടുക്കുമ്പോൾ എത്രയാണ്? 8 5 40 വോട്ട്സ് ഇൻവാലിഡ് ആയിപ്പോയി. ബാക്കി എത്ര? 760 വോട്ട്സേ ഉള്ളൂ. ഇനി 760 വോട്ട്സിൽ ജയിച്ച ആൾക്ക് 70% വോട്ടും കിട്ടി, തോറ്റ ആൾക്ക് 30% വോട്ടും കിട്ടി. അപ്പോൾ 760ൻ്റെ 70% കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 76 × 7 ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 532 വോട്ടാണ് ഇയാൾക്ക് കിട്ടിയത്. ഓട്ടോമാറ്റിക്കലി 760 ൽ നിന്ന് 532 പോയാൽ എത്രയാണ്? ബാക്കി അവിടെ 228 വോട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത്.
480 എന്ന് തന്നേക്കുന്നത്. അപ്പം 532 മൈനസ് 228 എത്രയാണ്? നമുക്ക് 304 യൂണിറ്റിന് കിട്ടും. 304 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 36,480 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 36,480 ഡിവൈഡഡ് ബൈ 304 ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്രയാണ്? 364 ഡിവൈഡ് ബൈ 304 ചെയ്യുമ്പോൾ 364 ഒരു തവണ 304 പോകും. അപ്പം 364 304 പോയ റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ 60 വരും. അപ്പം 608 വരും. അപ്പം 304 × 2 ചെയ്താലാണ് 608 വരുന്നത്. അപ്പം 608 മാത്രമല്ല, ഈ 0 കൊടുക്കാം. 6080 120 വരും. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 120 ആണ്. അപ്പം നമുക്ക് ചോദിച്ചേക്കുന്നത് 1000 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1000 × 120 ചെയ്യുമ്പം 1,20,000 വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഇഫ് എ മാക്സിമം ഓഫ് 40% ഓഫ് മാർക്സ് ഇൻ കെമിസ്ട്രി ഈസ് റിക്വയർഡ് ടു പെർസ്യൂ ഹയർ സ്റ്റഡീസ് ഇൻ കെമിസ്ട്രി, ഹൗ മെനി സ്റ്റുഡൻസ് വിൽ ബി എലിജിബിൾ ടു പെർസ്യൂ ഹയർ സ്റ്റഡീസ് ഇൻ കെമിസ്ട്രി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം 50 മാർക്കിലാണ്. ഔട്ട് ഓഫ് 50 മാർക്കിലാണ്. 50-ൻ്റെ 40% എടുക്കുമ്പോൾ എത്രയാണ്? 20 മാർക്കെങ്കിലും വേണം. 20 അബോവ് എത്ര പേരുണ്ട്? 66 പേരുണ്ട്. 66 പേര് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഇവിടെ ഈ കിടക്കാൻ ആദ്യം ഒരു 40% ഡിസ്കൗണ്ട് അലവ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 20% ഡിസ്കൗണ്ട് കൂടെ അലവ് ചെയ്തു. ചോദിച്ചേക്കുന്നുണ്ട് വാട്ട് ഈസ് ദ സിംഗിൾ ഡിസ്കൗണ്ട് ഈക്വൽ ടു ദീസ് ടു സക്സസീവ് ഡിസ്കൗണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ എത്രയാണ് മൊത്തം ഡിസ്കൗണ്ട് വരുന്നത്? ഒന്ന് 40 പ്ലസ് 20 മൈനസ് 40 × 20 ബൈ 100. 40 20 എത്രയാണ്? 60 വരും. 60 മൈനസ് 4 8 വരും. 52% ആൻസർ വരുന്നത്. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇവിടെ എന്താ ഒരു ടാങ്ക് ഉണ്ട്. അത് 8 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഫുള്ള് ഫില്ല് ചെയ്യാൻ പറ്റും. ഓപ്പറേറ്റിംഗ് സെപ്പറേറ്റ്ലി. Both the pipes are opened for a certain time, but due to obstruction, അതായത് ഒരു തടസ്സം കൊണ്ട് 5/8 of the fully quantity of water flow through the former pipe and 3/5 through the later pipe. ആദ്യത്തെ പൈപ്പിൽ 8-ൽ 5 ഭാഗം മാത്രമേ വെള്ളം വരുന്നുള്ളൂ. മറ്റേതിൽ ഇത്രയാണ്, 5-ൽ 3 ഭാഗമേ വരുന്നുള്ളൂ. പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒബ്സ്ട്രക്ഷൻ പെട്ടെന്ന് തന്നെ നീക്കി. അതിനുശേഷം എന്താണ്? 3 മിനിറ്റ് കൊണ്ട് ആ ഒബ്സ്ട്രക്ഷൻ നീക്കിയതിന് ശേഷം 3 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫുള്ളി ഫില്ലായി. അങ്ങനെയാണെങ്കിൽ ആ ഫുൾ ഫ്ലോയിലേക്ക് എത്തുന്നതിന് മുമ്പ് എത്ര സമയം എടുത്തെന്നാണ് പറഞ്ഞത്? വിത്ത് ഒബ്സ്ട്രക്ഷൻ എത്ര നേരം വർക്ക് ചെയ്തെന്നാണ് ചോദിച്ചേക്കുന്നത്. 80 അല്ല 40 വരും. എന്ന് പറയും 40 ഇതാണ് ടോട്ടൽ വർക്ക്. ഇവിടെ എയുടെ എഫിഷ്യൻസി എത്രയാണ്? 5-ഉം ബിയുടെ എഫിഷ്യൻസി 4-ഉമാണ്. ഇനി നമുക്കിത് എങ്ങനെ പറയാൻ പറ്റും? എയുടെ എഫിഷ്യൻസി 5ആണെന്നറിയാം. 5 എഫിഷ്യൻസി ഉണ്ടായിട്ടും എന്താണ് 5/8 വെള്ളം ഇതിനകത്ത് ഒഴുകുന്നുള്ളൂ. നേരത്തെ 8 ഒഴുകുന്ന സ്ഥലത്തൂടെ 5 ഒഴുകുന്നുള്ളൂ. അപ്പം 5/8/5 പ്ലസ് ബിയുടെ എഫിഷ്യൻസി 4 ആണ്. പക്ഷേ 4 ഫുള്ള് പോകുന്നില്ല. 5 ഒഴുകുന്നിടത്ത് 3 ഒഴുകുന്നുള്ളൂ. അപ്പം 3/5 ഇൻറ്റു എക്സ് നേരം പ്രവർത്തിച്ചു. അത് ഒബ്സ്ട്രക്ഷൻ വെച്ച്, അതായത് ആ തടസ്സം വെച്ച് എക്സ് നേരം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് തടസ്സം എടുത്തു കഴിഞ്ഞപ്പം എന്താണ് ഫുള്ള് കപ്പാസിറ്റിയിലോട്ട് വന്നു. അപ്പം 5-ഉം 4-ഉം കൂടെ കൂട്ടി 9 × 3 മിനിറ്റ് കൊണ്ട് ആയപ്പോഴത്തേനും ടാങ്ക് ഫുള്ള് ഫില്ലായെന്നാണ് പറഞ്ഞത്. ഇവിടെ 9 × 3 ചെയ്യുമ്പം 27 വരും. 40 മൈനസ് 27 എന്ന് പറഞ്ഞാൽ 13 വരും. മൊത്തം പോയിട്ട് എന്താണ് ഈക്വൽ ടു 13 വരും. സോൾവ് ഫോർ എക്സ് ചെയ്താൽ മതി. അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ആൻസറായിട്ട് ഓപ്ഷൻ വന്നിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ. ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ 25/8 വരും.
ഇവിടെ 12/5 വരും. ഇവിടെ LCM എടുക്കാൻ വരുന്നത് ഞാൻ ഇൻറ്റു 5 കൊടുക്കുന്നു, 5 കൊടുക്കുന്നു, ഇൻറ്റു 8 കൊടുക്കുന്നു, ഇൻറ്റു 8 കൊടുക്കുന്നു. 25 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്രയാണ്? 125 വരും ഇവിടെ. ഈ 12 ഇൻറ്റു 8 ചെയ്യുമ്പോൾ എത്രയാണ്? 96 വരും. മൊത്തം ഡിവൈഡ് ബൈ എന്താണ്? ഹോൾ ഡിവൈഡ് ബൈ 40. ഇനി 125ഉം 96 കൂടെ കൂട്ടിയാൽ എത്ര? 221 വരും. അപ്പോൾ x ഈക്വൽ ടു 13 ഇൻറ്റു 40/221 വരും. ഇനി 13ഉം 221 കൂടെ വെട്ടിപ്പോയാൽ എത്രയാണ്? 17 വരും. അപ്പം 40/17 എന്ന് പറയുന്നത് എത്രയാണ്? 17 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 34 വരും. 40 34 പോയാൽ 6 റിമൈനർ 2 and 6/17 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഫുള്ള് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ.